നമസ്കാരം. നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളെ ചതിക്കുന്ന ഒരു ഇൻവിസിബിൾ കില്ലറാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. ഇത് എത്ര പേർക്കറിയാം? അതെ, നിങ്ങൾ സഞ്ചരിക്കുന്നിടത്തെല്ലാം നിങ്ങളോടൊപ്പം വരികയും നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് ഇരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ ഫോൺ, അതുമല്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ തലയിണയുടെ അരികിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്, ഒരുപക്ഷെ ചിലർ ടോയ്ലറ്റിൽ പോലും മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവ എത്രത്തോളം അപകടകാരിയായ ഒരു ഇൻവിസിബിൾ കില്ലറാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ സ്കോട്ട്ലൻഡിലെ അബർഡീൻ യൂണിവേഴ്സിറ്റിയും ലോകപ്രശസ്തമായ ഡെറ്റോൾ കമ്പനിയും ചേർന്ന് നടത്തിയ പഠനത്തിൽ വളരെയധികം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ ഒരു ഭയവുമില്ലാതെ നമ്മളുടെ മുഖത്തോടും ചുണ്ടോടും ചേർത്ത് വെക്കുന്ന ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ ടോയ്ലറ്റ് സീറ്റിനേക്കാൾ 10 ഇരട്ടി അണുക്കളുള്ളതും അല്ലെ ബാക്ടീരിയ ഉള്ളതുമായ ഒരു വസ്തുവാണ്. നിങ്ങളുടെ ടോയ്ലറ്റ് ക്ലീൻ ആക്കാൻ എടുക്കുന്നതിലെ 1% പോലും നിങ്ങൾ എഫേർട്ട് എടുക്കുന്നില്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് വൃത്തിയാക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ സ്ക്രീനിൻ്റെ പുറത്ത് കോടിക്കണക്കിന് അണുക്കളാണ് അദൃശ്യരായി ജീവിക്കുന്നത്. നമ്മളുടെ കേരളത്തിലെ കാര്യമൊന്ന് എടുക്കൂ. മുതിർന്നവരും യുവാക്കളും എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ കയ്യിൽ മൊബൈൽ ഫോണും തോണ്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ബസ്സിലോ യാത്രയിലോ ഒക്കെ അവർ മൊബൈൽ ഫോൺ കയ്യിൽ കൊണ്ടുപോകുന്നു. എന്തിന്? കടകളിൽ പോകുമ്പോൾ, അതുപോലെ തന്നെ വൃത്തിഹീനമായ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഈ മൊബൈൽ ഫോൺ അവരുടെ കൈവശമുണ്ടായിരിക്കും. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ മേശപ്പുറത്തുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇക്കോളി പോലുള്ള ബാക്ടീരിയകൾ നിങ്ങളുടെ ഫോണിൽ പറ്റിപ്പിടിക്കുന്നു. അവ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ഡെറ്റോളും മറ്റു സോപ്പുകളുമൊക്കെ ഉപയോഗിച്ച് കൈകൾ കഴുകുമെങ്കിലും പിന്നീട് നിങ്ങൾ വീണ്ടും ഈ ഒരു സ്ക്രീനിൽ തൊടുമ്പോൾ അവ നിങ്ങളുടെ കൈകളിൽ പറ്റി നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. എത്രയൊക്കെ കൈകൾ കഴുകിയെന്ന് പറഞ്ഞാലും ആ കൈകൾ കൊണ്ട് നിങ്ങൾ മൊബൈൽ സ്ക്രീനിൽ തൊടുമ്പോൾ ഈ രോഗാണുക്കൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് വയറിളക്കം, ഛർദി, കടുത്ത ത്വക്ക് രോഗങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ കാരണമായേക്കാം. പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടിലെ കുട്ടികൾ, അവർ മൊബൈൽ ഫോണിലൂടെ കളിക്കുകയും അവരത് വായിൽ വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വരാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു പേടിപ്പിക്കലല്ല, നമ്മൾ മാറേണ്ട ഒരു ശീലത്തെക്കുറിച്ചാണ്. ഇതിനായി വലിയ പണമൊന്നും ചിലവാക്കണ്ട. ഒരല്പം സാനിറ്റൈസർ ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഒരു മൈക്രോ ഫൈബർ തുണിയിലോ അല്പം പുരട്ടി നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ നിങ്ങൾക്ക് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. ഒരു കാരണവശാലും നേരിട്ട് മൊബൈൽ സ്ക്രീനിലേക്ക് ലിക്വിഡ് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കരുത്, അത് ഫോൺ കേടാക്കും. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്ന ആ ശീലം ഇന്നത്തോടെ അങ്ങ് നിർത്തിയേക്കും. നമ്മളുടെയും നമ്മളുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യം നമ്മളുടെ കൈകളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും ബോധവാന്മാരാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു കൗതുകകരമായ വിഷയമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ.